ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 നടന്ന പ്യൂൺ അറ്റൻഡറിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് 007/2019 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫെബ്രുവരി മാസത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളിവിടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പ്രിലിംസുമായി വളരെ അടുത്ത് നിൽക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയായിരുന്നു കുണ്ടറ വിളംബരം നടത്തിയിരുന്ന ഭരണാധികാരി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ചുമതലയുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് കേരളത്തിലെ ജനന മരണ നിരക്കുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ചുമതല എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി തെലുങ്കാനയാണ്. തെലുങ്കാനയാണ് ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വാർധ പദ്ധതിയാണ്. വാർധ പദ്ധതിയാണ് മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃക എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1956 ആണ്. ആറാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി UN ആണ്. UN ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ജപ്പാനാണ്. ജപ്പാനിലെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. ഇനി ഒമ്പതാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി പട്ടം. പട്ടത്താണ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത്. പിന്നെ ഇത് ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഡിസ്കസ് ചെയ്തതെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ആവർത്തിച്ച ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇനി പത്താമത്തെ ചോദ്യം, ആദ്യ കാവ്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി രാമായണമാണ്. രാമായണമാണ് ആദ്യ കാവ്യം എന്നറിയപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം, 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പുലിമുരുകൻ. പുലിമുരുകനാണ് 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം, ഈ വർഷത്തെ അതായത് 2019 ആയിരുന്നു, ഈ വർഷത്തെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ് എന്നായിരുന്നു. അന്ന് കെ വിശ്വനാഥനായിരുന്നു. ഇത് നമ്മൾ പഠിക്കേണ്ടത് 2020ലെയാണ്. ഇനി 13ാമത്തെ ചോദ്യം, ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി മീര കുമാർ. മീര കുമാറാണ് ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ആയിരുന്ന വ്യക്തിയാണ് മീര കുമാർ. ഇനി 14ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യ ഗവർണർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ വി രാമകൃഷ്ണ റാവു. ഡോക്ടർ VR റാവു എന്നാണ് കൊടുക്കാറുള്ളത്. ഇത് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ വി രാമകൃഷ്ണ റാവു. ഇനി 15ാമത്തെ ചോദ്യം, അനശ്വര പൈതൃകത്തിന്റെ മഹാകലാസൃഷ്ടിയായി യുനെസ്കോ പ്രഖ്യാപിച്ച കേരളീയ കലാരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കൂടിയാട്ടം. കൂടിയാട്ടമാണ് യുനെസ്കോ അംഗീകരിച്ച കലാരൂപം എന്ന് പറയുന്നത്. 16ാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥം ഏതാണ് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ വരുന്ന പ്രിലിംസിനും കൂടി ഉപകാരപ്പെടുന്നതാണ്. അതിന്റെ പേരാണ് ആൻസർ ഓപ്ഷൻ എ ഗോര. ഗോരയാണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥം എന്ന് പറയുന്നത്. ഇനി 17ാമത്തെ ചോദ്യമാണ്, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന വരികൾ രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അംശി നാരായണപിള്ള. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ടായിരിക്കും. ആൻസർ ഓപ്ഷൻ സി അംശി നാരായണപിള്ളയാണ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, മാഗ്ന കാർട്ട ഒപ്പുവെച്ച രാജാവാണ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച രാജാവ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ജോൺ രാജാവാണ്. ജോൺ രാജാവായിരുന്നു മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്.
19. യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടുള്ള സിനിമയാണ് യുഗപുരുഷൻ എന്ന് പറയുന്നത്. 20ാമത്തെ ചോദ്യം. സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ്. ഇനി 21ാമത്തെ ചോദ്യം. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1988-ലാണ്. 22. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലായിരുന്ന ബാങ്കുകളെ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1969. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശസാൽക്കരിച്ച ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം, വർഷം ചോദിക്കാം, രണ്ടാമത് ഏത് വർഷമായിരുന്നു എന്ന് ചോദിക്കാം. ഇനി 23ാമത്തെ ചോദ്യം. സംയോജിത ശിശു വികസന പദ്ധതി പ്രകാരം സാമൂഹിക ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അംഗൻവാടികളാണ്. അംഗൻവാടിയാണ് ആൻസർ. 24. ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1991-ലാണ്. 1991-ലാണ് ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ചത്. ഇനി 25ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഏക മലയാളി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. ഇനി 26ാമത്തെ ചോദ്യം. മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ് മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. ഇനി 27ാമത്തെ ചോദ്യം. 2015 വിവരാവകാശ നിയമം പാസാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ പ്രേരിപ്പിച്ച പ്രധാന സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. ഇനി 28ാമത്തെ ചോദ്യം. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇനി 29. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ശ്രദ്ധിച്ചു കേൾക്കണം. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. റോക്കറ്റ് ആണ്, ഉപഗ്രഹമല്ല ചോദിച്ചിട്ടുള്ളത്. റോക്കറ്റ് ആകുമ്പോൾ തിരുവനന്തപുരം. 30. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തോറിയം. തോറിയമാണ് കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം എന്ന് പറയുന്നത്. ഇനി 31. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇബ്രാഹിംപൂർ ആണ്. ഇനി 32ാമത്തെ ചോദ്യം. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പാക് കടലിടുക്കാണ്. 33. ഗംഗാ നദിയുടെ പോഷക നദി അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബിയാസ് ആണ്. ബിയാസ് ആണ് ഗംഗാ നദിയുടെ പോഷക നദി അല്ലാത്തത്. ഏതാണെന്ന് ചോദിച്ചാൽ ബിയാസ് ആണ്. 34. ഒരു പ്രധാന ഖാരിഫ് വിള ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നെല്ലാണ്. നെല്ലാണ് ഒരു ഖാരിഫ് വിള എന്ന് പറയുന്നത്. നെല്ല് ഒരു ഖാരിഫ് വിളയും ഗോതമ്പ് ഒരു റാബി വിളയുമാണ്. 35. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ വനിതാ ചെയർപേഴ്സൺ ആരാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ഗോർല രോഹിണിയാണ്. ഗോർല രോഹിണിയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. 35 ആൻസർ ഗോർണി രോഹിണി അല്ല. ആൻസർ ഓപ്ഷൻ എ ലളിത കുമാരമംഗലമാണ്. അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. ലളിത കുമാരമംഗലമാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ആരാണെന്ന് ചോദിച്ചാൽ അത് ലളിത കുമാരമംഗലമാണ്. ഇനി 36ാമത്തെ ചോദ്യമാണ്. അരവിന്ദ് പനഗിരിയെ താഴെ പറയുന്നവയിൽ ഏതിന്റെ ഉപാധ്യക്ഷനാണ്? അതിന്റെ ആൻസർ ആയിരുന്നു ഓപ്ഷൻ ഡി നീതി ആയോഗ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്, ക്ഷമിക്കുക. അപ്പൊ അരവിന്ദ് പനഗിരിയെ താഴെ പറയുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ നീതി ആയോഗാണ്. 37. പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ്?
ആൻസർ ഓപ്ഷൻ സി ജൂൺ 5-നാണ്. ജൂൺ 5-നാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. 38. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് തീരത്തുള്ള ഒരു പ്രധാന തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കാണ്ഡലയാണ്. കാണ്ഡലയാണ് വടക്കു പടിഞ്ഞാറേ തീരത്തുള്ള പ്രധാന തുറമുഖം എന്ന് പറയുന്നത്. 39. സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഗമാൽ അബ്ദുൾ നാസർ ആണ്. ഗമാൽ അബ്ദുൾ നാസർ ആണ് സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 40-ാമത്തെ ചോദ്യം, സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി മിഖായിൽ ഗോർബച്ചേവ്. മിഖായിൽ ഗോർബച്ചേവ് ആണ് സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. 40-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു ഇന്ത്യയിൽ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി എന്ന് പറയുന്നത്. 42. മുഗൾ രാജവംശ സ്ഥാപകൻ ആരാണ്? മുഗൾ രാജവംശ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ഡി ബാബർ ആണ്. 43-ാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി തൃശൂരാണ്. തൃശൂരാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി 44-ാമത്തെ ചോദ്യം, പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വയനാടാണ്. എന്നാൽ പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ്. എന്നാൽ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടും പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടുമാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 45. 2018 ലോകകപ്പ് ഹോക്കി മത്സരം ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? ഇത് 2018 ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ പഠിക്കേണ്ടത് 2019 അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2018 ലോകകപ്പ് നടന്നിട്ടുള്ളത്. ഇപ്രാവശ്യം നടന്നോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ ചെക്ക് ചെയ്തിട്ട് കമന്റ് ആയിട്ട് അടിയിൽ ഇട്ട് തരുന്നുണ്ട്. ഇനി 46-ാമത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി 1946-ലാണ്. 1946-ലാണ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946-ആണ്. 47-ാമത്തെ ചോദ്യം, സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മസ്ഥലമാണ്? ആൻസർ ഓപ്ഷൻ എ അയ്യ വൈകുണ്ഠസ്വാമികൾ. അയ്യ വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലമാണ് സ്വാമിത്തോപ്പ് എന്നറിയപ്പെടുന്നത്. ഇനി 48-ാമത്തെ, ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം? ആൻസർ ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇത് 2ാം തവണയായിരിക്കാം ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഇന്നലെയും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ തോന്നലാവാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 49. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ സി APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാം സാറാണ് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 50. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ ആണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇനി 51-ാമത്തെ ചോദ്യം, നെല്ല് കൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് ഏതാണ്? ഇത് നിങ്ങൾക്ക് ഈ വരുന്ന പ്രിലിംസിന് ഉറപ്പായും ചോദിക്കുമെന്ന് നമുക്ക് കരുതാവുന്ന ഒരു ചോദ്യമാണിത്. ഇതിന്റെ ആൻസർ പഠിച്ചു വെക്കുക. 20 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നെല്ല് കൃഷി ചെയ്യുവാൻ അനുയോജ്യമായ ഊഷ്മാവ് എന്ന് പറയുന്നത്. 52. സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഗവർണറാണ്. സംസ്ഥാനത്താകുമ്പോൾ ഗവർണറാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. 53. തിരുക്കുറൾ രചിച്ചത് ആരാണ്? തിരുക്കുറൾ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ഡി തിരുവള്ളൂർ. തിരുവള്ളൂരാണ് തിരുക്കുറൾ രചിച്ചത്. ഇനി 54. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ JL വേർഡ് ആണ്. JL വേർഡ് ആണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്.
55. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി രാഷ്ട്രപതി. രാഷ്ട്രപതിക്കാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. 56-ാമത്തെ ചോദ്യം, മഗധയുടെ തലസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പടലിപുത്ര. പാടലിപുത്രമാണ് മഗധയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഇനി 57. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായി അടുത്തിടെ നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ സി PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് ആണ് ഇന്ത്യൻ ഹോക്കിയുടെ ടീമിന്റെ ക്യാപ്റ്റനായി അടുത്തിടെ നിയമിക്കപ്പെട്ട മലയാളി എന്ന് പറയുന്നത്. 58. സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി അമൃതസർ. അമൃതസറിലാണ് സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 59. ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? ആൻസർ ഓപ്ഷൻ എ 24 മണിക്കൂർ. 24 മണിക്കൂറിനുള്ളിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കണം. 60. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി KT ജലീൽ. ഇനി 61. അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രകീർണനമാണ്. പ്രകീർണനമാണ് അന്തരീക്ഷത്തിൽ മഴവില്ലിന് കാരണമാകുന്നത്. 62. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആംപിയർ ആണ്. 63. കുറച്ച് വലിയ ചോദ്യമാണ്. സിംഗിൾ മൈക്രോസ്കോപ്പ് ആയി ഒരു കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുമ്പോൾ വലിപ്പം കൂടിയ വ്യക്തമായ പ്രതിബിംബം കാണുന്നതിന് വസ്തുവിന്റെ സ്ഥാനം എവിടെയായിരിക്കണം? ആൻസർ ഓപ്ഷൻ എ ആണ്. ഫോക്കസിനും പ്രകാശ കേന്ദ്രത്തിനും ഇടയിലായിരിക്കണം. ഫോക്കസിനും പ്രകാശ കേന്ദ്രത്തിനും ഇടയിലാകണം. ഇനി 64-ാമത്തെ ചോദ്യമാണ്. ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണ്? സ്ഥാനം മൂലമുണ്ടാകുന്ന ഊർജമാണ് ആൻസർ ഓപ്ഷൻ ബി സ്ഥിതികോർജം. സ്ഥിതികോർജമാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ഥിതികോർജമാണ്, ഗതികോർജമല്ല. ഇനി 65-ാമത്തെ ചോദ്യം, താപനില നിർണയവുമായി ബന്ധമില്ലാത്ത സ്കെയിൽ ഏതാണ്? താപനിലയുമായി ബന്ധമില്ലാത്ത സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ സി റിക്ടർ സ്കെയിലാണ്. ബാക്കി 3 നമുക്കറിയാവുന്നതാണ്. റിക്ടർ സ്കെയിലാണ് താപനിലയുമായി ബന്ധമില്ലാത്ത സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി സിങ്കിന്റെ അയിര് ഏതാണ്? സിങ്കിന്റെ അയിര് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ആൻസർ ഓപ്ഷൻ ഡി കലാമിനാണ്. കലാമിനാണ് സിങ്കിന്റെ അയിര് എന്ന് പറയുന്നത്. ഇനി 67. CNG, LNG എന്നിവയിലെ പ്രധാന ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മീഥെയ്നാണ്. മീഥെയ്നാണ് CNG, LNG എന്നിവയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നു. ഇനി 68. ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്താണ്? വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ് ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്ന് പറയുന്നത്. 69. പവർ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ജൂൾ പെർ കിലോഗ്രാം ആണ്. ജൂൾ പെർ കിലോഗ്രാം ആണ് പവറിന്റെ യൂണിറ്റ് അല്ലാത്തത്. 70. സൗരയൂഥത്തിൽ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വ്യാഴമാണ്. ഗുരുത്വാകർഷണ ത്വരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഗുരുത്വാകർഷണം എന്നൊറ്റടിക്ക് വായിച്ചു പോകരുത്. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ വ്യാഴമാണ്. 71. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തുടയലാണ്. 72. എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വൈറസ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിറ്റാമിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത്. ഇനി 74. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്?
ആൻസർ ഓപ്ഷൻ ഡി ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. 75 ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേരളമാണ്. അതൊക്കെ വളരെ നിസ്സാരമായ ചോദ്യമായിരുന്നു. 76 കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെയാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? ഇരവികുളം നാഷണൽ പാർക്കിലാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ വരയാടാണ്. മുത്തങ്ങയിലാണെങ്കിൽ ആനയാണ്, സൈലന്റ് വാലിയിലാണെങ്കിൽ സിംഹവാലൻ കുരങ്ങാണ്. 77 കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള. തോട്ടവിളയാണെങ്കിൽ കാസർഗോഡ്. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളാണ്? ആൻസർ ഓപ്ഷൻ സി 4. 79 ചോദ്യം ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ എ തെങ്ങ്. ഇനി അവസാന ചോദ്യമാണ്, ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് BCG വാക്സിൻ. BCG വാക്സിൻ ആണ് ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ 80 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മാർക്ക് കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.